നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലമൂത്ര വിസർജ്യങ്ങൾ ശേഖരിക്കാൻ പുടിൻ റഷ്യയിൽ നിന്ന് അലാസ്കയിലേക്ക് പെട്ടി കൊണ്ടുവന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചൂടൻ ചർച്ച. ആരോഗ്യ രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ റഷ്യൻ പ്രസിഡന്റ് നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഒരു വലിയ ട്രോളിനും ചൂട് പിടിച്ച ചർച്ചയ്ക്കുമൊക്കെ കാരണമായിരിക്കുന്നത്. ഈ നാണംകെട്ട പരിപാടി എന്തിനാണ് എന്ന് പക്ഷേ ആരും ചോദിക്കരുത്. മുൻ KGB തലവനായ പുടിന് സ്വന്തം സുരക്ഷയിൽ അത്ര കരുതലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ശരിക്കും ഇങ്ങനെ സംഭവിച്ചോ, അതോ മാധ്യമങ്ങൾ വെറുതെ പടച്ചുവിട്ടതാണോ ഈ വാർത്തയെന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ലോക നേതാക്കളിൽ ചിലരൊക്കെ ഇമാതിരി പണി കാണിക്കാറുണ്ട്. ജോസഫ് സ്റ്റാലിൻ മാവോസെ തൂങ്ങിനെ നിരീക്ഷിച്ചത് വിസർജ്യത്തിലൂടെയാണെന്ന കഥ വർഷങ്ങൾക്ക് മുൻപേ പുറത്തു വന്നിരുന്നു. 2016 സോവിയറ്റ് യൂണിയന്റെ മുൻ ഏജന്റ് ഇഗോർ അറ്റാമെനെങ്കോയുടെ വെളിപ്പെടുത്തലുകൾ ലോകത്തെ ഞെട്ടിച്ചത്. 1940കളിലാണ് സ്റ്റാലിന്റെ രഹസ്യ പോലീസ് വിഭാഗം ഇത്തരം രഹസ്യ പരീക്ഷണങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് സ്ഥാപിച്ചത്. വിദേശ നേതാക്കളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു ഈ വിചിത്രമായ നിരീക്ഷണത്തിന്റെ ലക്ഷ്യം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നൂതനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസാധാരണ മാർഗങ്ങൾ സോവിയറ്റ് ശാസ്ത്രജ്ഞർ സ്വീകരിച്ചത് എന്നാണ് അറ്റാമെനെങ്കോ വിശദീകരിക്കുന്നത്. ഇന്നത്തെ പോലെ ശബ്ദമോ ദൃശ്യമോ രഹസ്യമായി പകർത്താൻ അക്കാലത്ത് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ആരോഗ്യ വിവരം, വിശേഷിച്ച് ഇയാൾക്ക് കടുത്ത രോഗബാധ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് സ്റ്റാലിൻ രഹസ്യ ലാബ് സ്ഥാപിച്ചത്. സ്റ്റാലിന്റെ വിശ്വസ്തനായ ലാവ്രന്റി ബെറിയയ്ക്കാണ് ഈ രഹസ്യ ലബോറട്ടറിയുടെ ചുമതല നൽകിയിരുന്നത്. ഒരു വ്യക്തിയുടെ വിസർജ്യത്തിലെ അമിനോ ആസിഡ് ട്രിപ്റ്റോഫന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ആ വ്യക്തി ശാന്ത സ്വഭാവമുള്ള, ഇടപെടാൻ കൊള്ളാവുന്ന ആളാണെന്നായിരുന്നു നിഗമനം. പൊട്ടാസ്യത്തിന്റെ കുറവ് ഉത്കണ്ഠയുടെയും ഉറക്കമില്ലായ്മയുടെയും ലക്ഷണമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. 1949 ഡിസംബറിൽ മോസ്കോ സന്ദർശിച്ച ചൈനീസ് നേതാവ് മാവോസെ തൂങ്ങിനെ നിരീക്ഷിക്കാൻ ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നതായി അറ്റാമെനെങ്കോ അവകാശപ്പെടുന്നു. ഇതിനായി മാവോ താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രത്യേക ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും അതിലെ വിസർജ്യങ്ങൾ രഹസ്യ പെട്ടികളിലേക്ക് ശേഖരിക്കുകയുമായിരുന്നു ചെയ്തതത്രേ. 10 ദിവസത്തോളം മാവോയ്ക്ക് ഭക്ഷണം നൽകുകയും അദ്ദേഹത്തിന്റെ വിസർജ്യം ശേഖരിച്ച് വിശകലനം ചെയ്യുകയുമായിരുന്നു ചെയ്തത്. മാവോയുമായി കരാർ ഒപ്പിടണോ വേണ്ടയോ എന്ന സ്റ്റാലിൻ തീരുമാനിച്ചത് ഈ വിചിത്ര രീതിയിലൂടെ ആയിരുന്നുവെന്നാണ് അറ്റാമെനെങ്കോയെ ഉദ്ധരിച്ച് BBC 9 വർഷം മുൻപ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം രീതികളിലൂടെ വ്യക്തികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചിരുന്നു അത്രേ. സ്റ്റാലിന്റെ ഈ സ്റ്റൂൾ പ്രോജക്റ്റ് പിന്നീട് വന്ന ഭരണാധികാരികൾ പിന്തുടർന്നില്ല. സ്റ്റാലിന്റെ പിൻഗാമി നികിത ക്രൂഷ്ചേവ് ഈ പദ്ധതി അവസാനിപ്പിക്കുകയും ലാബ് അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നീട് പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആയതിനു ശേഷം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ സുരക്ഷാ മുൻകരുതൽ വീണ്ടും നടപ്പാക്കുകയായിരുന്നു. റഷ്യൻ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസാണ് ഈ സംവിധാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ മുൻകരുതൽ ലോകരാഷ്ട്രീയത്തിൽ നേതാക്കളുടെ വ്യക്തിപരമായ സുരക്ഷയും വിവരശേഖരണവും എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു. വിദേശയാത്രകളിൽ പുടിന്റെ മാലിന്യങ്ങൾ ശേഖരിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എക്സ്പ്രസ് US വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചകോടിയിൽ പുടിനെ ചുറ്റിപ്പറ്റി കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നു. അംഗരക്ഷകർ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിന്നിരുന്നത്. റഷ്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് കർശനമായ നടപടികളാണ് സുരക്ഷാ വിഭാഗം സ്വീകരിച്ചിരുന്നത്. ദി എക്സ്പ്രസ് US റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ ശേഖരിച്ച് പ്രത്യേക ബാഗുകളിൽ സൂക്ഷിക്കുകയും പ്രത്യേകം ബ്രീഫ് കേസുകളിൽ കൊണ്ടുപോകുകയും ചെയ്യാറുണ്ടെന്നാണ്. 2017 മെയ് മാസത്തിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു അത്രേ. വിദേശ ശക്തികൾ പുടിന്റെ മനുഷ്യ വിസർജ്യത്തിന്റെ സാമ്പിളുകൾ എടുക്കുന്നത് തടയുന്നതിനാണ് ഈ സുരക്ഷാ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. പുടിന്റെ വിയന്ന സന്ദർശന വേളയിലും അത്തരം നടപടികൾ ഉണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അവിടെ അദ്ദേഹം ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് ഉപയോഗിച്ചു. 1999 മുതൽ തന്നെ റഷ്യൻ അധികൃതർ ഇക്കാര്യം നടപ്പിലാക്കിയിരുന്നു. 72കാരനായ റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ റിപ്പോർട്ടുകളും പുറത്തുവന്നത്. കഴിഞ്ഞ നവംബറിൽ കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെ പുടിന്റെ കാലുകൾ വിറയ്ക്കുന്നതായി കണ്ടതിനെ തുടർന്ന് വർഷങ്ങളായി ആശങ്കകൾ ഉയർന്നത്. പാർക്കിൻസൺസ് രോഗത്തിന്റെ സൂചനയായിരിക്കാം ഇതെന്നാണ് പലരും കരുതിയിരുന്നത്.
2023 ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പുടിൻ തന്റെ സീറ്റിൽ അസ്വസ്ഥനാകുന്നതും കണ്ടിരുന്നു. പുടിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ രോഗം എന്ന് ഇതുവരെയും കൃത്യമായ ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടില്ല. അത് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ നീക്കവും റഷ്യ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി വലിയൊരു സംഘം തന്നെ കൂടെ പോകാറുണ്ട്. ഇത് മാത്രമല്ല, ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് പല വേദികളിലും പുടിൻ അല്ല എത്താറുള്ളത്, അദ്ദേഹത്തിന്റെ അപരനാണ് എന്നുള്ള ചില വിവരങ്ങളും ഉണ്ട്. എന്തായാലും പുടിനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതീവ രഹസ്യമാണ്. ഒന്നും ആർക്കും ചുരണ്ടിയെടുക്കാനും കഴിയില്ല, പുറത്തേക്ക് പോകുകയുമില്ല. മറ്റ് നേതാക്കളെ പോലെയല്ല പുടിൻ. അത്രത്തോളം സുരക്ഷാ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് ലോക നേതാക്കളിൽ എനിക്ക് തോന്നുന്നു മറ്റാർക്കും തന്നെ ഇല്ലാത്ത സുരക്ഷകളാണ് അദ്ദേഹത്തിനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഉണ്ടാകില്ല ഇത്രത്തോളം സുരക്ഷാ വലയം. ഒരു ഈച്ച പറക്കണമെങ്കിൽ അത് പുടിൻ അറിയാതെ നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.